അടുത്ത വാർത്തയിലേക്ക്. ജീവനക്കാരുടെ പണിമുടക്കിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ച് സർക്കാർ പണിമുടക്ക് ദിവസത്തെ ശമ്പളം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യും. അനധികൃത അവധി എല്ലാം ഡയസ്നോണായി കണക്കാക്കുമെന്നും പറയുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് അറിയിപ്പ്? ജനുവരി മാസം 22-ാം തീയതിയാണ് സർക്കാർ ജീവനക്കാരിൽ ഒരു വിഭാഗം പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാത്ത വിഷയം, DA കുടിശ്ശിക, ഇതിന് പുറമെ പഴയ പെൻഷൻ സ്കീമിലേക്ക് മടങ്ങിപ്പോകാത്ത വിഷയം, ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭരണപക്ഷത്തുള്ള CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലും കോൺഗ്രസിന്റെ സർവീസ് സംഘടനയായ NGO അസോസിയേഷൻ അടക്കമുള്ളവയും പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ അന്നേ ദിവസം പണിമുടക്കിന്റെ ഭാഗമായി, അതായത് അനുമതിയില്ലാതെ അവധി എടുത്തു കഴിഞ്ഞാൽ അത് ഡയസ്നോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ അവധി എടുക്കുന്നവരുടെ ഒരു ദിവസത്തെ ശമ്പളം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യപ്പെടും. ഇത് കൂടാതെ താൽക്കാലിക ജീവനക്കാർ അനധികൃതമായി ഈ സമരത്തിന്റെ ഭാഗമായി അവധി എടുത്തു കഴിഞ്ഞാൽ അവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളും ഉണ്ടാകും. ഏതായാലും ഇത്തരത്തിൽ അന്നത്തെ ദിവസം പണിമുടക്കിൽ ഭാഗമാകാതെ അന്ന് ജോലിക്ക് ഹാജരാകുന്നവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്ന അടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശരി പ്രശാന്ത്.